വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങൾ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കൽദായർ സെദെക്കിയ രാജാവിനെ പിടിച്ച് ബാബിലോൺ രാജാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ സെദെക്കിയ രാജാവിൻ്റെ പുത്രന്മാരെ അവൻ്റെ കൺമുമ്പിൽ വെച്ച് നിഗ്രഹിച്ചു. അവനെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തതിന് ശേഷം ചങ്ങല കൊണ്ട് ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ കർത്താവിൻ്റെ ആലയവും രാജകൊട്ടാരവും ജെറുസലേമിലെ വീടുകളും അഗ്നിക്കിരയാക്കി. കൽദായ സൈന്യം ജെറുസലേമിന് ചുറ്റുമുള്ള കോട്ടയും ദേവാലയത്തിലെ ഒട്ടുസ്തംഭങ്ങളും പീഠങ്ങളും ജലസംഭരണിയും തകർത്തു. സ്വർണമോ വെള്ളിയോ ആയി ഉണ്ടായിരുന്നതെല്ലാം അവൻ കൊണ്ടുപോയി. പടനായകൻ മുഖ്യപുരോഹിതനായ സെറായിയെയും സഹപുരോഹിതനായ സെഫാനിയെയും വാതിൽ സൂക്ഷിപ്പുകാർ 3 പേരെയും നഗരത്തിലൊരു സേനാധിപതിയെയും സൈന്യാധിപൻ്റെ കാര്യസ്ഥനെയും ബാബിലോൺ രാജാവിൻ്റെ അടുത്ത് കൊണ്ടുചെന്ന് വധിച്ചു. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ യൂദായിൽ നിർത്തിയിരുന്ന ജനത്തെ ഭരിക്കാൻ ഗദാലിയായെ ദേശാധിപതിയായി നിയമിച്ചു. ഇതറിഞ്ഞ സേനാപതികൾ സൈന്യസമേതം മിസ്പായിൽ ഗദാലിയായുടെ അടുത്ത് ചെന്നു. ഗദാലിയ അവരോടും സൈന്യത്തോടും സത്യം ചെയ്തു പറഞ്ഞു, ബാബിലോൺ രാജാവിനെ സേവിച്ച് നാട്ടിൽ താമസിച്ചുകൊള്ളുവിൻ. എന്നാൽ രാജകുടുംബാംഗമായ ഇസ്മായേൽ 10 പേരോടൊപ്പം മിസ്പായിൽ ചെന്ന് ഗദാലിയയെയും കൂടെയുണ്ടായിരുന്ന കൽദായരെയും ആക്രമിച്ചു വധിച്ചു. കൽദായരെ ഭയപ്പെട്ട് കുലീനരും താഴ്ന്നവരുമായ ജനമെല്ലാം സേനാധിപതികളോടൊപ്പം ഈജിപ്തിലേക്ക് തിരിച്ചു. എബിൽമൊരോദാക്ക് ബാബിലോൺ രാജാവായി ഭരണമേൽക്കുകയും യെഹോയാക്കീമിനെ സൗമനസ്യത്തോടെ മോചിപ്പിക്കുകയും ചെയ്തു. രാജാവ് അവനോട് കാരുണ്യപൂർവ്വം സംസാരിക്കുകയും ബാബിലോണിൽ അവനോടുകൂടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരെക്കാൾ ഉയർന്ന സ്ഥാനം അവന് നൽകുകയും ചെയ്തു. അങ്ങനെ യെഹോയാക്കീൻ കാരാഗ്രഹ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് ജീവിതകാലം മുഴുവൻ പതിവായി രാജാവിനോടൊത്ത് ഭക്ഷണം കഴിച്ചു. രാജാവ് മരണം വരെ ദൈനംദിന ആവശ്യങ്ങൾക്ക് പണവും നൽകിപ്പോന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം ഇവിടെ അവസാനിക്കുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമീൻ.